മലയാള മനോരമയുടെ ലക്ഷ്യം പിണറായി വിജയനാണ്, CPM ആണ്. 10 വർഷം കേരളം ഭരിച്ച മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഇതുവരെയും ഒരു അഴിമതി ആരോപണം ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടില്ല കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ പത്രമായ മലയാള മനോരമയ്ക്ക്. ഉയർത്തിക്കൊണ്ട് വന്നിട്ടില്ല എന്നല്ല, വന്നതെല്ലാം അതുപോലെ തന്നെ പൊളിഞ്ഞുപോയി എന്നത് നാം കണ്ടതാണ്. അങ്ങനെയാണ് ഗത്യന്തരമില്ലാതെ പിണറായിയെ കിട്ടുന്നില്ല എങ്കിൽ മകൾ എന്ന് പറഞ്ഞ് വീണ തൈക്കണ്ടിക്കെതിരെ വാർത്തയുമായി വന്നത് മലയാള മനോരമ ദിനപത്രം. ഇപ്പോഴും വാർത്ത തുടരുകയാണ്. പക്ഷെ ആദ്യം പറഞ്ഞതിൽ നിന്ന് അവസാനത്തെ വാർത്ത വരുമ്പോൾ ആദ്യം പറഞ്ഞ വാർത്തയെ തന്നെ ഖണ്ഡിക്കുകയാണ് ചെയ്യുന്നത് മലയാള മനോരമ. ഇന്നത്തെ മലയാള മനോരമയിൽ ഒരു വാർത്തയുണ്ട്. ഇന്നത്തെ മലയാള മനോരമ എന്ന് വെച്ചാൽ 2026 ജൂൺ 1 മലയാള മനോരമ ദിനപത്രത്തിൽ 5-ാം പേജിൽ ഒരു വാർത്ത. CMRL പണം നൽകി, കർത്തയുടെ കടം വീണ വീട്ടി. ഇതാണ് വാർത്തയുടെ തലക്കെട്ട്. CRML പണം നൽകി, കർത്തായുടെ കടം വീണ വീട്ടി എന്ന്. ഈ വാർത്തയുടെ 2-ാമത്തെ പാരഗ്രാഫിൽ വിചിത്രമായ ഒരു വാദം മനോരമ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് ഇങ്ങനെയാണ്: അറിവില്ലായ്മയാണോ അതല്ല ബോധപൂർവം അറിവില്ലായ്മ അഭിനയിക്കുകയാണോ മനോരമ എന്നറിയില്ല. എന്തായാലും വായിക്കാം നമുക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. വീണയ്ക്ക് 2 തവണയായി ശശിധരൻ കർത്ത നൽകിയ 50 ലക്ഷം രൂപയുടെ വായ്പ തിരിച്ചു കിട്ടാനായി പൊതുമേഖലാ കമ്പനിയായ, അതാണ് CMRL എന്ന കമ്പനി എപ്പോഴാണ് പൊതുമേഖലാ കമ്പനി ആയത് എന്ന് മനസ്സിലായിട്ടില്ല. പൊതുമേഖലാ കമ്പനിയായ CMRLനെ ഉപയോഗപ്പെടുത്തിയെന്ന് തെളിയിക്കുന്നതാണ് ഈ രേഖ. കർത്തായുടെ കടം വീട്ടിയതിന് പുറമെ 2.33 കോടി രൂപ വീണയുടെയും എക്സാലോജിക്കിൻ്റെയും കയ്യിലുമെത്തി എന്നാണ് വാർത്തയുടെ 2-ാമത്തെ പാരഗ്രാഫ് പറയുന്നത്. ഇതിൽ പൊതുമേഖലാ കമ്പനിയായ CMRL, അതാണ് ഏറ്റവും രസം. എങ്ങനെയാണ് CMRL എന്ന കമ്പനി പൊതുമേഖലാ കമ്പനി ആവുന്നത്? സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനികളുണ്ട്. ആ കമ്പനികളെ പോലെ CMRL എന്ന കമ്പനിയും പൊതുമേഖലാ കമ്പനിയാണ്. ശശിധരൻ കർത്തയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയെയാണ് മലയാള മനോരമ ദിനപത്രം പൊതുമേഖലാ കമ്പനിയായി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട് മലയാള മനോരമയോട്. പൊതുമേഖലാ കമ്പനിയാണ് എങ്കിൽ ഈ പൊതുമേഖലാ കമ്പനിയുടെ ഉടമയിൽ നിന്നാണോ അല്ലെങ്കിൽ പൊതുമേഖലാ കമ്പനിയിൽ നിന്നാണോ രമേശ് ചെന്നിത്തല പണം വാങ്ങിയത്? PK കുഞ്ഞാലിക്കുട്ടി പണം വാങ്ങിയത്? രാഷ്ട്രീയ നേതാക്കളും അമ്പല കമ്മിറ്റികളും പള്ളികളും ഒക്കെ 40 കോടി രൂപ കൊണ്ടുപോയത്? രാഷ്ട്രീയ പാർട്ടികൾക്ക്, അതോടൊപ്പം വിവിധ സ്ഥാപനങ്ങൾക്ക്, മാധ്യമ സ്ഥാപനങ്ങൾക്ക്, മാധ്യമപ്രവർത്തകർക്ക്, ഉദ്യോഗസ്ഥർക്ക് ഒക്കെ നൽകാൻ മാറ്റിവെച്ചത് ശശിധരൻ കർത്ത എന്ന CMRL കമ്പനിയുടെ ഉടമ 40 കോടി രൂപ. ആ 40 കോടി രൂപ കൊണ്ടുപോയത്, അതിലൊരു പങ്ക് ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, PK കുഞ്ഞാലിക്കുട്ടിയാണ്, രമേശ് ചെന്നിത്തലയാണ്. അപ്പോൾ സംഭവത്തിൻ്റെ ഗൗരവം ഒന്നുകൂടി കടുക്കുകയാണ്. കാരണം പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നാണ് രമേശ് ചെന്നിത്തലയും PK കുഞ്ഞാലിക്കുട്ടിയും ഇബ്രാഹിം കുഞ്ഞും ഉമ്മൻചാണ്ടിയും ഒക്കെ പണം കൊണ്ടുപോയിരിക്കുന്നത്. എത്ര കോടി രൂപയാണ് കൊണ്ടുപോയത് എന്ന് വെളിപ്പെട്ടിട്ടില്ല. അത് പറയേണ്ടത് PK കുഞ്ഞാലിക്കുട്ടിയാണ്, രമേശ് ചെന്നിത്തലയാണ്, അല്ലെങ്കിൽ KPCC ആണ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. KPCCക്ക് വേണ്ടിയിട്ടാണ് പണം വാങ്ങിയത് എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വേണ്ടിയിട്ടാണ് പണം വാങ്ങിയത്, സംഭാവനയായിട്ടാണ് വാങ്ങിയത് എന്നാണ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. KPCCയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും വെളിപ്പെടുത്തണം ഇത്ര പണം CMRL എന്ന പൊതുമേഖലാ കമ്പനിയിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്ന്. എന്താണ് മനോരമയുടെ ലക്ഷ്യം? രമേശ് ചെന്നിത്തലയാണോ? PK കുഞ്ഞാലിക്കുട്ടിയാണോ? അതല്ല VD സതീശൻ തന്നെയാണോ? VD സതീശൻ, PK കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തലയും CMRL കമ്പനിയിൽ നിന്ന് ഫണ്ട് വാങ്ങിയതിനെ ന്യായീകരിച്ചുകൊണ്ട് അന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഫണ്ട് വാങ്ങിയിട്ടുണ്ട്. അത് KPCCക്ക് വേണ്ടിയിട്ടാണ്. രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നത് വ്യവസായികളിൽ നിന്ന്, ജനങ്ങളിൽ നിന്ന് പണം വാങ്ങിയിട്ട് തന്നെയാണ് എന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അത് പൊതുമേഖലാ കമ്പനിയിൽ നിന്ന് വാങ്ങാൻ പറ്റുമോ മലയാള മനോരമയുടെ ഭാഷയിൽ പറഞ്ഞാൽ? അപ്പോൾ മറുപടി പറയേണ്ടത് രമേശ് ചെന്നിത്തലയും PK കുഞ്ഞാലിക്കുട്ടിയും മുഖ്യമന്ത്രി VD സതീശനുമാണ്. എന്ന് വെച്ചാൽ ഗുരുതരമായ ആരോപണവുമായിട്ടാണ് ഇപ്പോൾ മനോരമ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതൃത്വം അത് സംബന്ധിച്ച് മറുപടി പറയേണ്ടതുണ്ട്. അതല്ലെങ്കിൽ മലയാള മനോരമ പൊതുമേഖലാ കമ്പനി എന്ന് പറഞ്ഞത് തിരുത്തേണ്ടതുണ്ട്. തിരുത്തുമോ എന്നറിയാം. CMRL കമ്പനി ശശിധരൻ കർത്തയുടെ ഉടമസ്ഥതയിലുള്ള ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്.
പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയതുകൊണ്ടായിരിക്കും പൊതുമേഖല എന്ന് നമ്മുടെ മനോരമയുടെ ലേഖകൻ തർജ്ജമ ചെയ്തത് എന്നാണ് തോന്നുന്നത്. തെറ്റുപറ്റിയതാണെങ്കിൽ മനോരമ തിരുത്തണം. ശരിയാണെങ്കിൽ രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും വി ഡി സതീശനുമൊക്കെ മറുപടി പറയേണ്ടി വരും. എവിടെ കൊണ്ടുപോയി ഈ പണം, എത്ര പണമാണ് കൊണ്ടുപോയത് എന്ന്.